ഒക്ടോബർ 5 വിശുദ്ധ ഫൗസ്തീന കൊവാൽസ്ക, കരുണയുടെ രക്ഷാധികാരി. ജനനം 1905, മരണം 1938. 1993 ഏപ്രിൽ 18 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളാക്കി. 2000 ഏപ്രിൽ 30 ജോൺ പോൾ രണ്ടാമൻ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. 1924 ഫൗസ്തീന യേശുവിൻ്റെ ആദ്യ ദർശനം അനുഭവിച്ചു. അവൾ വാഴ്സോയിലേക്ക് പുറപ്പെട്ടു. പല കോൺവെൻറ്റുകളും സമീപിച്ചു. അവളുടെ രൂപഭാവങ്ങളും ദാരിദ്ര്യവും അവർ അവളെ നിരസിച്ചു. ഒടുവിൽ കോൺഗ്രിഗേഷൻ ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സിയുടെ മദർ സുപ്പീരിയർ സ്വന്തം മതപരമായ ശീലത്തിന് പണം നൽകാമെന്ന വ്യവസ്ഥയിൽ ഫൗസ്തീനയെ സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഒരു വീട്ടുജോലിക്കാരിയായി ജോലി ചെയ്ത് 1926 ഏപ്രിൽ 30 20 വയസ്സുള്ളപ്പോൾ അവൾ ശീലം സ്വീകരിക്കുകയും വാഴ്ത്തപ്പെട്ട കൂദാശയിലെ സിസ്റ്റർ മരിയ ഫൗസ്തീന എന്ന മതപരമായ നാമം സ്വീകരിക്കുകയും ചെയ്തു. 1928 ഒരു കന്യാസ്ത്രീയായി തൻ്റെ ആദ്യ മതപ്രതിജ്ഞ എടുത്തു. ഫൗസ്തീന പാചകക്കാരിയായി കോൺവെൻറ്റുകളിൽ യാത്ര ചെയ്തു. 1930 മെയ് മാസത്തിൽ അവൾ പോളണ്ടിലെ പ്ലോക്കിലെത്തി. താമസിയാതെ അവളുടെ അസുഖത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി. വിശ്രമിക്കാൻ അവളെ അയച്ചു. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഫൗസ്തീന മഠത്തിൽ തിരിച്ചെത്തി. 1931 ഫെബ്രുവരി 22 ഫൗസ്തീനയെ യേശു സന്ദർശിച്ചു. ദിവ്യകാരുണ്യത്തിൻ്റെ രാജാവ് എന്ന് സ്വയം അവതരിപ്പിച്ചു. ചുവപ്പും ഇളം കിരണങ്ങളും ഹൃദയത്തിൽ നിന്ന് വരുന്നു. വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയുടെ അപ്പസ്തോലനും സെക്രട്ടറിയുമാകാൻ അവളോട് ആവശ്യപ്പെട്ടു. മറ്റുള്ളവരോട് എങ്ങനെ കരുണ കാണിക്കണം എന്നതിൻ്റെ മാതൃകയും ലോകത്തോടുള്ള ദൈവത്തിൻ്റെ കരുണയുടെ പദ്ധതിയെ വീണ്ടും ഊന്നി പറയുന്നതിനുള്ള ഒരു ഉപകരണം. ഫൗസ്തീന തൻ്റെ ഡയറിയിൽ എഴുതി, വൈകുന്നേരം സെല്ലിലിരിക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച കർത്താവായ യേശുവിനെ ഞാൻ തിരിച്ചറിഞ്ഞു. ഒരു കൈ അനുഗ്രഹിച്ചുകൊണ്ട് ഉയർത്തി, മറ്റേ കൈ വസ്ത്രം നെഞ്ചിൽ തൊട്ടു. വസ്ത്രം തുറന്നതിൽ നിന്ന് 2 വലിയ കിരണങ്ങൾ പുറത്തു വന്നു. ഒന്ന് ചുവപ്പും മറ്റൊന്ന് വിളറിയതും. തൻ്റെ ദിവ്യകാരുണ്യ ചിത്രം ഈസ്റ്ററിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ച അനുഗ്രഹിക്കപ്പെടണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന് യേശു വിശദീകരിച്ചു. ആ ഞായറാഴ്ച കരുണയുടെ തിരുനാളാണ്. എങ്ങനെ പെയിൻറ് ചെയ്യണമെന്നറിയാത്ത ഫൗസ്തീന കോൺവെൻറ്റിൽ സഹായം തേടിയെങ്കിലും നിരസിച്ചു. 3 വർഷത്തിന് ശേഷം 1934 യൂജിൻ കാസിമിറോസ്കി ചിത്രത്തിൻ്റെ ആദ്യ പെയിൻറ്റിംഗ് വരച്ചു. 1932 ഫൗസ്തീന വാഴ്സോയിലേക്ക് മടങ്ങുകയും 1933 മെയ് 1 അവൾ ലാഗിവിനിക്കിയിൽ തൻ്റെ അന്തിമ പ്രതിജ്ഞ എടുക്കുകയും കരുണയുടെ മാതാവിൻ്റെ നിത്യസഹോദരിയായി മാറുകയും ചെയ്തു. കന്യാസ്ത്രീകളുടെ നിയുക്ത കുമ്പസാരക്കാരനായ ഫാദർ മൈക്കിൾ സൊബോക്കോ അവളെ ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് വിലയിരുത്തണമെന്ന് നിർബന്ധിച്ചു. എല്ലാ പരീക്ഷകളും വിജയിക്കുകയും നിശ്ചയദാർഢ്യമുള്ളവളായിരിക്കുകയും ചെയ്തു അവൾ. സൊബോക്കോ അവളെ ഒരു ഡയറി സൂക്ഷിക്കാനും യേശുവുമായുള്ള അവളുടെ എല്ലാ സംഭാഷണങ്ങളും റെക്കോർഡ് ചെയ്യാനും പ്രോത്സാഹിപ്പിച്ചു. ഫൗസ്തീനയുടെ ഡയറി പ്രകാരം 1935 ഏപ്രിൽ 19 ദുഃഖവെള്ളിയാഴ്ച ദിവ്യകാരുണ്യ ചിത്രം പരസ്യമായി ആദരിക്കണമെന്ന് യേശു അവളോട് പറഞ്ഞു. തുടർന്നുള്ള വർഷത്തിൽ ദിവ്യകാരുണ്യത്തിനായി ഒരു പുതിയ സഭ സ്ഥാപിക്കാൻ ഫൗസ്തീന ശ്രമിച്ചു. യേശു അവളോട് പറഞ്ഞു, എൻ്റെ മകളെ, എൻ്റെ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കാൻ നിനക്ക് കഴിവുള്ളതെല്ലാം ചെയ്യുക. നിനക്കുള്ള കുറവ് ഞാൻ നികത്താം. 1936 ഫൗസ്തീന വീണ്ടും രോഗബാധിതയായി. അവൾ ക്രാക്കോവിലെ സാനിറ്റോറിയത്തിലേക്ക് മാറുകയും കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയും ചെയ്തു. 1937 ജൂലൈയിൽ ദിവ്യകാരുണ്യ ചിത്രത്തോടുകൂടിയ ആദ്യത്തെ വിശുദ്ധ കാർഡുകൾ സൃഷ്ടിക്കപ്പെട്ടു. ഫൗസ്തീന ദിവ്യകാരുണ്യത്തിൻ്റെ നൊവേനയ്ക്കുള്ള നിർദ്ദേശങ്ങൾ നൽകി. 1937 അവസാനത്തോടെ ഫൗസ്തീനയുടെ ആരോഗ്യം ഗണ്യമായി വഷളായി. അവളുടെ ദർശനങ്ങൾ തീവ്രമായി തീർന്നു. 1938 ഒക്ടോബർ 5 ഫൗസ്തീന അന്തരിച്ചു. മേരി ഇമ്മാക്കുലേറ്റിനോടുള്ള അവളുടെ പ്രത്യേക ഭക്തിയും ദിവ്യകാരുണ്യത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും കൂദാശകളോടുള്ള അവളുടെ എല്ലാ കഷ്ടപ്പാടുകളും സഭയ്ക്കും പ്രത്യേക ആവശ്യക്കാർക്കും, പ്രത്യേകിച്ച് വലിയ പാപികൾക്കും മരിക്കുന്നവർക്കും വേണ്ടി ദൈവത്തിനുള്ള വഴിപാടായി സഹിക്കാൻ അവൾക്ക് ശക്തി ലഭിച്ചു.